നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഹരിതയുടെ ഭർത്താവിന്റെ വീട്ടുകാര് കല്യാണം വിളിക്കാൻ വന്നപ്പോ നീ എന്തിനാ മാറിപ്പോയി കളഞ്ഞത്? ഞാനിവിടെ നിന്നിരുന്നെങ്കിലേ കൊലപാതകം നടന്നെ. അച്ഛാ, ആരാ അച്ഛനെ അപമാനിക്കുന്ന തരത്തിൽ ഇവിടെ കിടന്ന് അലറിയത്? ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ അച്ഛന്റെ ഓഫീസിലോ പാർട്ടി ഓഫീസിലോ വെച്ച് നടത്തുന്നത് നല്ലത്. അല്ല, അത് പിന്നെ അല്ലെങ്കിലേ ആളുകൾ വഴക്കണെന്ന് തെറ്റിദ്ധരിക്കും. എടാ, അതിനിവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ. ഇവിടെ ബഹളം നടന്നത് നീ രാഷ്ട്രീയ തർക്കമാണെന്ന് തെറ്റിദ്ധരിച്ചോ? മനോജിന്റെ ചേച്ചിയാ അച്ഛനെതിരെ പൊട്ടിത്തെറിച്ചത്. ചേച്ചിയോ? ഏത് ചേച്ചി? ആ ദരിദ്രവാസികളൊന്നും ഞാനിതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോട് എതിർത്ത് സംസാരിക്കത്തക്ക രീതിയിൽ അവളൊക്കെ വളർന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവളുടെ നാവ് ഞാൻ മുറിച്ചെടുത്താനെ. ഏട്ടൻ എല്ലാം കേട്ട് കയ്യും പൂട്ടി നിന്നോ? നീ ഒന്ന് അടങ്ങ്. അച്ഛനെ അങ്ങനെ അവരെ ആക്ഷേപിച്ചതൊന്നുമല്ല. അവര് വന്നതേ കല്യാണം വിളിക്കാനാ. അവരുടെ കുടുംബത്തെക്കുറിച്ച് നിന്റെ അച്ഛൻ വല്ലാതെ പഴി പറയുന്നത് കേട്ടപ്പോ മനോജിന്റെ ചേച്ചി പൊട്ടിത്തെറിച്ചു പോയതാ. അതിപ്പോ കുടുംബത്തോട് സ്നേഹമുള്ള ആരാണേലും ചെയ്തു പോകും. അത്തരത്തിലാ നിന്റെ അച്ഛൻ അവരെ ആക്ഷേപിച്ചത്. എടാ, അതൊക്കെ കഴിഞ്ഞതല്ലേ. നീ ഇനി അതൊന്നും കാര്യമാക്കണ്ടെന്നോ? എന്റെ മോനെ ഈ വീട്ടിൽ കയറി വന്ന് അപമാനിക്കാൻ ധൈര്യം കാണിച്ചവളാ അഹങ്കാരി. അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോകാനോ കൂടാനോ പാടില്ല. അവളുടെ അനിയത്തിയെ കെട്ടാൻ പോകുന്നവന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ മോൻ കല്യാണം നടത്തി കൊടുക്കണം അത്രേ. അങ്ങനെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. അച്ഛമ്മേ, എന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി ഈ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചവനാ ആ മനോജ്. അവന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ ആരും സഹകരിക്കാൻ പാടില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തതാ. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. കല്യാണത്തിന് എനിക്ക് പോയേ തീരൂ. അച്ഛ, നമ്മുടെ അഭിമാനം വേണ്ട. എന്റെ മോനെന്റെ വലം കൈയാണ്, എന്റെ പ്രതീക്ഷയാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൂടുതൽ അങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. നിനക്ക് മനസ്സിലായോ? കല്യാണത്തിന് ഞാൻ പോയിരിക്കും. ഇത് കുറുപ്പിന്റെ വാക്കാ. പാലിക്കാൻ പറ്റാത്ത വാക്കുകളൊന്നും കുറുപ്പ് കൊടുക്കാറില്ല. ഈശ്വര, ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ വയ്യല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.